സിക്കിമിൽ വൻ മണ്ണിടിച്ചിൽ. നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിൽ കുടുങ്ങിയ 7 തൊഴിലാളികൾ മരിച്ചു. അപകടം നാംസി ജില്ലയിലെ സമർദുങ് തുരങ്കത്തിൽ. അതിര ജെയിൻ വിവരങ്ങൾ നൽകും. അതിര, ദാരുണമായ സംഭവമാണ്. രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഷിഹാസ് ശ്രുതി, സിക്കിമിലെ നാംചി ജില്ലയിലെ സമർദുങ് സൈറ്റിലാണ് അപകടമുണ്ടായത്. നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കമായിരുന്നു. അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടാവുകയും തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളിൽ 7 പേർ മരിച്ചതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. 27 തൊഴിലാളികൾ അവിടെ കുടുങ്ങിയിട്ടുണ്ടെന്നായിരുന്നു ലഭിച്ചിരുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞാണ് അപകടമുണ്ടായത്. തൊഴിലാളികൾ അവിടെ കുടുങ്ങുകയും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം കുറച്ച് സങ്കീർണമാണ്. കാരണം അവിടെ മീഥെയിൻ ചോർച്ചയുണ്ടായി. ഇത്തരത്തിൽ വാതക ചോർച്ചയുണ്ടായത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് അകത്തേക്ക് കയറുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുന്നു. ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിലാണ് 7 പേരുടെ മൃതദേഹം കണ്ടെത്തിയതും മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ഏജൻസികളുമായി ഏകോപിപ്പിച്ച് ഭരണകൂടം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നതായി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഈ വാതക ചോർച്ച തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് തന്നെ തലകറക്കം അനുഭവപ്പെടുകയും ബോധരഹിതരാവുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് 27 തൊഴിലാളികളിൽ അത് ഒരുപക്ഷെ അതിൽ കൂടുതൽ തൊഴിലാളികൾ അവിടെ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിൽ പോലും സ്ഥിരീകരണം വന്നിട്ടില്ല. കൃത്യമായി 27 എന്ന് വിവരം വരുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി എത്ര തൊഴിലാളികൾ അതിനുള്ളിലുണ്ട് എന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ അനുപ ടാലിങ്ങിന്റെ പ്രതികരണം. ഇത്തരത്തിൽ ഇടുങ്ങിയ തുരങ്കം കൂടിയാണ്. കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇടുങ്ങിയ തുരങ്കത്തിലേക്ക് കയറി അവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കൂടിയാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത്. ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തുരങ്ക നിർമ്മാണത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായതും അപകടം നടന്നിരിക്കുന്നത്. ശരി, അതിര ജെയിനാണ് വിവരങ്ങൾ നൽകിയത്.